ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നെല്ലിക്കയുടെ കുരു കളഞ്ഞ് നെല്ലിക്കയെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. കുരു എടുത്ത് കളയുന്നുണ്ട്. നെല്ലിക്കയുടെ സീഡൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പിക്കിൾ പൗഡറാണ്. നിറപ്പറയുടെ പിക്കിൾ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലെണ്ണ, പിന്നെ ആപ്പിൾ സിഡർ വിനീഗർ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വെളുത്തുള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പിക്കിൾ പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് രുചി അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ നെല്ലിക്ക എടുത്തിട്ടുള്ള അളവിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് പിക്കിൾ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 4-5 ടേബിൾ സ്പൂണോളം പിക്കിൾ പൗഡറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം നെല്ലിക്ക വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നെല്ലിക്ക വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അച്ചാർ തണുത്തതിന് ശേഷമേ വേറൊരു ജാറിലോട്ട് നമുക്ക് മാറ്റാവൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇത് മൂടി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം വേറൊരു ജാറിലോട്ട് മാറ്റി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയും മണവും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതൊരു ജാറിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊരു ജാറിലോട്ട് മാറ്റുവാണ്. നെല്ലിക്ക അച്ചാർ ഒരു 2-3 ദിവസം നമ്മളങ്ങനെ എടുക്കാതെ ഇരുന്നിട്ട് കഴിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മസാലയൊക്കെ ശരിക്കും അതിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ അച്ചാർ അടിപൊളി അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.